ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് സെൻസേഴ്സ്. പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് എന്നുള്ളത് ഒരു ഹെഡിങ് തെറ്റിയതാണോ സംശയമുണ്ട്. ട്രാൻസ്ഡ്യൂസേഴ്സിനെ കുറിച്ചാണ് അതിൽ മൊത്തമായിട്ട് പറയുന്നത്. ഓക്കെ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് അതായത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉള്ള കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡയമെൻഷൻസ് മീൻസ് ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഇതിനൊക്കെ ചേഞ്ചസ് വരും. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് ഓർ ബ്രെഡ്ത്ത് ഓർ തിക്നെസ് ഇതിൽ ചേഞ്ചസ് വരാം. ഈ ചേഞ്ചസ് കാരണം ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ മെറ്റീരിയലിൽ നിന്ന് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഈ എഫക്റ്റിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റിവേഴ്സിബിൾ ആണ്. നമ്മൾക്ക് ഇതിനകത്ത് വേരിയസ് ആയിട്ട് വേറൊരു പൊട്ടൻഷ്യൽ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രഷർ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ റിവേഴ്സ് ചെയ്തിട്ട് അതിനെ ഡീഫോം ചെയ്യാൻ പറ്റും. അതിനെ പഴയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഓർ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് നാച്ചുറലായിട്ട് നമുക്ക് കാണുന്നതാണ് റോഷൽ സാൾട്ട്, അമോണിയം അമോണിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, പിന്നെ ലിഥിയം സൾഫേറ്റ്, ഡൈ പൊട്ടാസ്യം ടാർട്ടറേറ്റ്, ക്വാർട്സ്, സെറാമിക്സ് ഇതൊക്കെ നമ്മൾക്ക് റിയൽ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഭവങ്ങളാണ്. അതിൽ കുറച്ചെണ്ണം നാച്ചുറലും കുറച്ചെണ്ണം സിന്തറ്റിക്കുമാണ്. നാച്ചുറലായിട്ട് പറയുന്നത് റോഷൽ സാൾട്ടാണ് നാച്ചുറലായിട്ട് പറയുന്നത്. പക്ഷേ നാച്ചുറലിനേക്കാളും നമുക്ക് എപ്പോഴും സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുന്നത് സിന്തറ്റിക് ടൈപ്പിലാണ്. സ്റ്റെബിലിറ്റി കൂടുതലും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടുതലും കിട്ടുന്നത് സിന്തറ്റിക് ടൈപ്പിലാണ്. റോഷൽ എന്ന് പറയുന്നത് നാച്ചുറൽ ടൈപ്പിൽ ബിലോങ് ചെയ്തിരിക്കുന്നതാണ്. ലിഥിയം സൾഫേറ്റ്, ഡൈ പൊട്ടാസ്യം ടാർട്ടറേറ്റ് ഒക്കെ സിന്തറ്റിക് ടൈപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇതിലേറ്റവും പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൽ ഏറ്റവും സ്റ്റേബിളായിട്ട് നമുക്കൊരു റിസൾട്ട് തരുന്ന മെറ്റീരിയൽ എപ്പോഴും ക്വാർട്സ് ആണ്. ഓക്കെ, ഇനി ഇതിലൊരു ഡയഗ്രാം തന്നിട്ടില്ലേ. ഈ ഡയഗ്രത്തിൽ ഈ മോളിലും താഴെയും തന്നിരിക്കുന്നത് 2 ഇലക്ട്രോഡ്സ് ആണ്. അതിൻ്റെ ഇടയിലാണ് ഇവർ ക്രിസ്റ്റൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫോഴ്സ് മോളിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ താഴത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി പ്രഷർ ഉണ്ടാവും. അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡല്ല. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ക്രിസ്റ്റലിൻ്റെ സൈസിന് വേരിയേഷൻസ് വരും. ഒന്നിലെ ലെങ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് മാറാം. അങ്ങനെ മാറുമ്പോൾ ഇതൊന്നൊരു വോൾട്ടേജ് എമിറ്റ് ചെയ്യും. ആ വോൾട്ടേജാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ കിട്ടുന്ന വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.